ഹായ് ഗൈസ്, അപ്പോൾ യാത്രയിലാട്ടാം. വയനാട് പോവാണ്. അപ്പം പുലർച്ചെ ഇറങ്ങിയില്ല എന്നുവെച്ചാൽ കോട കാണാലോ എന്നുള്ളതിൽ പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും, കോട ഉണ്ടാവും അല്ലേ. പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പൊ പുലർച്ചെ ആയ കാരണം കൊണ്ട് തന്നെ റോഡൊക്കെ കാലിയാക്കി എടുക്കുകയാണ്. അപ്പൊ നല്ല സുഖം യാത്ര ചെയ്യാൻ പറ്റി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. എല്ലാവർക്കും വെക്കേഷൻ ടൈമല്ല, അതിന്റെ ബ്ലോക്കാവും. നല്ല ബ്ലോക്കാണ്, ചുരം കയറാണ്. നമ്മളിന്ന് നമ്മുടെ കൂടെ 3 പേരും കൂടി ഉണ്ട് കേട്ടോ. എവിടെ പിള്ളേരെ എവിടെ? എല്ലാം ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടേ ഉള്ളൂ. ഹായ് പറയൂ. എവിടെ ഫിലുവിനെ കാണുന്നില്ലല്ലോ? ഫിലു ഫിലു കാണുന്നില്ല. എടേ ഒന്നും പറയാനുണ്ട്, പറയൂ. മീൻസ് ടേണിങ് ആണ്. അപ്പൊ നമ്മള് രാവിലെ ഒരു 8 മണിക്ക് എത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ ഏകദേശം 8 മണിക്ക് എത്തൂല, ഒരു 9 മണിയാണ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഏകദേശം 4:15 ഇറങ്ങിയതാണ്. പക്ഷെ അത്യാവശ്യം ബ്ലോക്ക് ഉള്ളത് കൊണ്ടിട്ട് ഇനിയിപ്പോ ചുരം കയറി എത്തുമ്പോഴേക്കും 9 മണി കഴിയും മിക്കവാറും. അവിടെയൊക്കെ ഇനി വൈകുന്നേരം തിരിച്ചിറങ്ങാൻ നേരത്ത് കാണാമെന്ന പ്രതീക്ഷയിൽ പോവാണ്. അപ്പൊ ചുരത്തിമലൊന്നും വലിയ തിരക്കില്ല കേട്ടോ. ആദ്യം കേറുമ്പോ കുറച്ച് തിരക്കുണ്ടായിരുന്നു. വണ്ടികളൊക്കെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും അതേപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ സൈഡാക്കിയിട്ട് ആൾക്കാരുണ്ട്. നല്ല രസമാണ് കാണാൻ. ഹായ്, അപ്പൊ ചുരം കയറി പകുതി എത്തിയല്ലേ. കോടൊന്നും ഇല്ല കേട്ടോ. കോട ടൈം കുറച്ച് ബ്ലോക്കിൽ പെട്ട് നല്ല കാറ്റും നല്ല തണുപ്പാണ്. നല്ലൊരു പ്രത്യേക വൈബാണല്ലേ. അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് അല്ലേ. കാറ്റൊക്കെ ഒന്ന് കൊണ്ട് നല്ലൊരു. അപ്പൊ വയനാട്ടിലേക്ക് വരുമ്പോ നല്ല രസമുള്ള കാഴ്ചയാണ് വയനാട് കവാടം. അപ്പൊ വയനാട് കവാടത്തെ കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ചായ കുടിക്കണം, നല്ലൊരു സ്ട്രോങ് ചായ കുടിക്കണം, നേരം വെളുത്ത്. ഹായ്, അപ്പോൾ ചുരം കയറി ചായ കുടിക്കാൻ ആഗ്രഹം. നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ടീ ചായവാല എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ ഓരോ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് യാത്ര തുടരാന്നുള്ളതാണ് പ്ലാന് അല്ലേ. തണുപ്പില്ലേ? അപ്പോൾ കോട കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ടാണ് കൂടുതൽ വിശേഷം. അപ്പോൾ നല്ല തണുപ്പത്ത് ഒരു കട്ടൻ ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. ഒരു എനർജി. ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടാണ്. താജ് റെസ്റ്റോറൻറ്റ് എന്ന റെസ്റ്റോറൻ്റ് ആണ്. നല്ല വൃത്തിയൊക്കെയുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങള് അപ്പം പൊറാട്ട ഓർഡർ ചെയ്ത്. കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഫുഡൊക്കെ നല്ല ഫുഡാണ്. ചുരം കയറി കവാടം കഴിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം താജ് റെസ്റ്റോറൻറ്റ്. നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. നല്ല ചായയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് റൂം എടുത്ത് അപ്പുറത്ത് തന്നെ. ഹായ്, അപ്പോൾ ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൂം എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി. ഇനി എവിടേക്കാണ്? പൂക്കോട് ലേക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബന്ദിപ്പൂർ പോവാന്ന് വിചാരിച്ചു അല്ലേ. ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങിയ കാരണം സാധാ ഡ്രസ്സ് ഇട്ടിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രഷ് ആവച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഫ്രഷായി അപ്പോൾ കാറ് സേഫ്റ്റി ആയിട്ട് പാർക്കിങ്ങിൽ ഇട്ടു. ഞങ്ങൾ തടാകത്തിലേക്ക് നടക്കാൻ പോവാണ്. ഹായ്, അപ്പോൾ പൂക്കോട് തടാകത്തിൻ്റെ അവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. ആദ്യം പാർക്കിങ്ങിൽ ചോദിച്ചപ്പോൾ 100 മീറ്റർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പാർക്കിംഗ് ഉണ്ടാച്ചാണ്ട് പോയി. അവിടെ ഇല്ല. വീണ്ടും തിരിച്ചു വന്ന് വണ്ടി പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. ജസ്റ്റ് ചമ്മിയത് അറിയണ്ട വെച്ചിട്ട് കണ്ണാടൊക്കെ വെച്ച് കിടക്കണം അല്ലേ. അപ്പോൾ പൂക്കോട് തടാകത്തേക്കുള്ള വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കഥം പറഞ്ഞ് കുറെ വിറ്റൊക്കെ അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് അത്യാവശ്യം തിരക്കുണ്ട്. പോണ വഴിക്ക് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, കോഫി ഷോപ്പ് അതേപോലെ ഐസ്ക്രീം ഷോപ്പൊക്കെ ആയിട്ട് കുറെ ഷോപ്പുകളുണ്ട്. ഇത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. അതിന്റെ ബോട്ടിന്റെ ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ കടകളുണ്ട്. പിന്നെ അതേപോലെ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ. അപ്പൊ അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കുറെ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിൽ ബോട്ട് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് അടുത്തുള്ള ടീമിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഒത്തിരി പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബോട്ടിന് വേണ്ടി. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ. ഹായ് ഗൈസ്, അപ്പോൾ പൂക്കോട് തടാകത്തിനുള്ളിൽ കുറേ നടന്ന് ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിൽ കയറിയില്ല. എന്താ കാരണം വെച്ചാൽ കുറേ വെയിറ്റ് ചെയ്യണം, ആൾക്കാർ കൂടുതലാണ്. പിന്നെ പെഡൽ ബോട്ടാണ്, നമുക്ക് താല്പര്യമില്ല. അതല്ല, നമുക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ ബോട്ട് സർവീസ് ഉള്ള സ്ഥലമാണ് കർമ്മ റോട്ടിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് കമ്പനികൾക്കൊക്കെ ബോട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ പോയിട്ട് ഏകദേശം അതിൻ്റെ ഒരു കൊതി തീർന്നിരിക്കുന്നു. അപ്പൊ കുറെ നേരം നടന്നു. നമ്മളിനിയിപ്പോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം സ്പോട്ട് എന്നൊന്നും വെച്ച് ഞങ്ങൾ വന്നതല്ല. ഞങ്ങളൊരു ഡ്രൈവ് വെറുതെ കോട കണ്ടില്ല. പക്ഷെ ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ എവിടെ നിന്നാണ്? 1986 സലീം ഖാന്റെ കടയില്, അബു സലീം ഖാന്റെ കടയില് 2 വട്ടം വന്നിട്ടുണ്ട്. നല്ല സർവീസാണ്, നല്ല ഫുഡാണ്, നല്ല വൈബാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ? ബന്ദിപ്പൂര്. അതിന്റെ ഇടയിൽ പ്ലാൻ മാറ്റാൻ ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. ടൈം ഇപ്പൊ 11 നേരം ആയിട്ടുള്ളൂ. അപ്പൊ ടൈം നോക്കിയിട്ട് നമ്മൾ ബന്ദിപ്പൂര് റോഡ് കാട്ടിക്കൂടെയുള്ള യാത്ര എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് പ്ലാൻ. അപ്പൊ പിള്ളേർക്ക് ഷൈനൊക്കെ ഐസ്ക്രീം വേണോ തന്നെ. അപ്പൊ ഐസ്ക്രീം ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. അപ്പൊ ഐസ്ക്രീം മേടിച്ച് വേറെ വിറ്റുണ്ടായി. കഴിക്കാൻ കുരങ്ങ് സമ്മതിച്ചില്ല. ഒരു കുരങ്ങ് വന്നിട്ട് മേലേക്ക് ചാടിയിട്ട് 2 പേര് ഐസ്ക്രീം കുറുക്കിട്ട് ബാക്കിയുള്ളവർ കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങാന്നിട്ട് കുരങ്ങിന് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മേലേക്ക് ചാടി വരികയാണ്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങാണ്. കുരങ്ങിന് ഓരോരുത്തർ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അത് ശീലമായിട്ട് അതാണ് മേലേക്ക് ചാടാൻ നിൽക്കുന്നത്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത നമ്മൾ അബു സലീം ഖാന്റെ സിൽമാനയുടെ അബു സലീം ഖാന്റെ ഹോട്ടലിലെത്തി. അപ്പൊ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് നേരത്തെ ഫുഡ് കഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ്. അതേപോലെ നല്ല സർവീസാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതേപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്ന സ്ഥലമാണ്. അവരുടെ ഫോട്ടോ ഒക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കയറി ചെല്ലുന്നിടത്ത്. അപ്പൊ ഞങ്ങൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഒത്തിരി പേര് വന്ന ഫോട്ടോസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സിനിമാ നടന്മാര് വന്ന ഫോട്ടോസാണ്. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഞങ്ങള് ടോക്കൺ നമ്പറായി. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഞങ്ങള് പോയി. അപ്പൊ ഇലൊക്കെ ഇട്ട് നല്ല വാഴയിലാണ് ഫുഡ്. ഞാൻ ഷായന് ചോറ് പറഞ്ഞു. പിള്ളേർക്ക് ബിരിയാണി മതി എന്നിട്ട് പിള്ളേര് ബിരിയാണി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ചോറ് എത്തി, ചോറ് കഴിച്ചു. പിന്നെ എനിക്ക് മുന്നേ കഴിച്ച് പരിചയമുള്ളത് അവിടുത്തെ ഫുഡിനെ പറ്റി നല്ല അറിയാൻ, അടിപൊളി ഫുഡാണ്. അതേപോലെ ചോറും ബിരിയാണിയും ഒക്കെ അടിപൊളി തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് പരിചയപ്പെടാൻ വന്ന് എല്ലാവരായിട്ട് സംസാരിച്ചു. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെടുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പൊ ചുരം കയറി വരുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഫോട്ടോ എടുത്തു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണെങ്കിൽ ബന്ദിപ്പൂർ കാട്ടിലേക്കാണ് യാത്ര. നേരെ ബന്ദിപ്പൂർ കാടാണ്. മുത്തങ്ങ വഴി, മുത്തങ്ങ കഴിഞ്ഞിട്ടാണ് ബന്ദിപ്പൂർ കാട് തുടങ്ങുന്നത്. അപ്പൊ യാത്ര വീണ്ടും തുടർന്നു. ഹായ്, നമ്മള് ബന്ദിപ്പൂർ കാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കട്ടോ. ഇപ്പൊ ഏകദേശം മുത്തങ്ങ അല്ലെ, മുത്തങ്ങ എത്താറായി. ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് യാത്ര. എവിടെ എത്തുമെന്ന് അറിയില്ല. കാട്ടിലൂടെയുള്ള യാത്ര. അപ്പൊ നോക്കാം, എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മളൊന്ന് കുറച്ചൊന്ന് പോയി നോക്കാന്ന് വിചാരിക്കണം അല്ലേ. എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ കാട്ടിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നു. കാട്ടിലേക്കുള്ള യാത്ര നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാല് നല്ല വൈബാണ്. നല്ല പച്ചപ്പ് കാണാം, മരങ്ങൾ കാണാം, മൃഗങ്ങളെ കാണാം. ഈ മുത്തങ്ങ ബന്ദിപ്പൂർ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും മൃഗങ്ങളെ കാണാം. ഇതിൽ ആന ഉണ്ടാവും, അല്ലെ മാന ഉണ്ടാവും, കാട്ടുപോത്ത് ഉണ്ടാവും. നമ്മൾ ബസ്സിൽ പോണവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ബസ് ഡ്രൈവർമാർക്കൊക്കെ സ്ഥിരമായിട്ട് കാണാം. അപ്പൊ ഞങ്ങളും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി. ഇവിടെ നിർത്താൻ പാടില്ല. നിർത്താൻ സ്പോട്ടിൽ ഫൈന് 2000 ആണ്. വണ്ടി നിർത്താനോ ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. സ്ലോ ആക്കി ഇങ്ങനെ പോവാം. മൃഗങ്ങൾ ഇറങ്ങണ ഏതാണ് അങ്ങനെ സംഭവം ഉള്ളത്. അത് നല്ലൊരു കാര്യം വെച്ചാല്
ആൾക്കാർ ഇറങ്ങി ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ചെക്ക് പോസ്റ്റിൽ ചില വണ്ടികളൊക്കെ കൈയാട്ടുന്നുണ്ട്, നമ്മുടെ വണ്ടിയൊന്നും കൈയാട്ടിയില്ല. ഹായ് ഗൈസ്, അപ്പോൾ ബന്ദിപ്പൂര് കടക്കാൻ പോവാണ് അല്ലേ? മുത്തങ്ങ കഴിഞ്ഞ് മഴയും ചാറുണ്ട്. അപ്പൊ അതാ വണ്ടിയിൽ കയറിയിരുന്നത്. പിന്നെ നല്ല ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ അല്ലേ? അത് കണ്ടപ്പോ പേടിയായി. അപ്പൊ പോയോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളല്ലേ? കാടിന്റെ കുറെ വീഡിയോസ് ഒക്കെ എടുക്കട്ടെ. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാട് മാത്രമാണല്ലോ കാണിക്കണുള്ളൂ എന്ന് വിചാരിക്കണ്ടെന്ന് വെച്ചാല് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് കാട്ടിൽ കൂടെ ഉള്ള യാത്ര എന്നുള്ളത്. അപ്പൊ ആനപ്പിണ്ടൊക്കെ റോട്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോ കാണാം ആനപ്പിണ്ടൊക്കെ സൈഡിൽ റോട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആദിവാസികളൊക്കെ ജോലി കഴിഞ്ഞ് സൈഡിൽ കൂടെ പൊട്ടി ഇതൊക്കെ വെച്ചിട്ട് പോണ കാണാം. ഇത് നല്ല റോഡാണ്. ബന്ദിപ്പൂര് റോട്ടിൽ കൂടി യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം, നല്ല റോഡാണ്. ബസ്സിന് വല്ലാതെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഞങ്ങളോട് മുന്നോട്ട് പോകണ്ട, അവിടെ റോഡ് ബ്ലോക്ക് ആണെന്നാ പറഞ്ഞ. ആന ഉണ്ട് റോട്ടിലെന്ന്. അപ്പൊ ഞങ്ങൾ വണ്ടി തിരിക്കുകയാണ്. തിരിച്ചു നോക്കുമ്പോ ഇതേ കാട്ടിൽ നിൽക്കണതാണ്. അയ്യോ, അപ്പൊ വണ്ടി വേഗം സ്പീഡ് കൂട്ടി അങ്ങ് യാത്ര തുടർന്നു. അപ്പൊ കുറച്ചുണ്ട് ഓടി വന്നു കഴിഞ്ഞപ്പോ ഇന്ന സ്ഥലത്തൊരു ചായക്കട ഉണ്ട്, മുത്തങ്ങ കഴിഞ്ഞക്കാട്ടി മുന്നേ. അപ്പൊ അവിടെ കട്ടൻ ഉണ്ടോ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ കട്ടനും നുറുക്കൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറച്ചേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ അവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് ആ കട തന്നെ ഉള്ളു. അപ്പൊ ഒരു വൈബായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കടയാണ്, പക്ഷെ എല്ലാ സാധനങ്ങളുള്ള കട കേട്ടാ. അപ്പൊ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് യാത്ര വീണ്ടും തുടരാണ്. അപ്പോൾ ബന്ദിപ്പൂര് പകുതി എത്തിയിട്ട് തിരിച്ചിട്ടാ. ഭയങ്കര ബ്ലോക്ക് വണ്ടി. നോക്കുമ്പോൾ എന്താ വെച്ചാൽ 2-3 ആന റോട്ടിൽ. ഒറ്റക്കല്ല, 3 ആനട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടി തിരിക്കുന്നുണ്ട്. ഫ്രണ്ടിലുള്ള വണ്ടിക്കാർക്ക് തിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് ഇനി ബസ് എന്തെങ്കിലും വന്നാലേ ബ്ലോക്ക് തീരുള്ളൂ. പക്ഷെ അതൊരു ഏകദേശം ഒരു 1 hour ആയിട്ട് ബ്ലോക്ക് തീർന്നിട്ടില്ല. ഞങ്ങൾ കുറച്ചപ്പുറത്ത് തന്നെ സൈഡാക്കി. ഇപ്പൊ മുത്തങ്ങ ഒരു അമ്പലത്തിന്റെ അവിടെ വന്നിട്ട് സൈഡാക്കി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് റിലാക്സ് ചെയ്യുക. എന്താ വെച്ചാല് ആനയാണ് എങ്ങനെ വരിക എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇനിയിപ്പോ നമ്മളിവിടുന്ന് നേരെ പോവാണ്. ഇങ്ങനെ ഇപ്പൊ ഇവിടെ ചായ കുടിച്ച് ഇങ്ങനെ പോണ വഴിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടം. ചെറിയ ചെറിയ കടകളിൽ കയറിയിട്ട് ചായ കുടിക്കുന്നതും അവിടുത്തെ വിശേഷങ്ങൾ അറിയണതൊക്കെ. ഏകദേശം ഇരുട്ടായി തുടങ്ങി അല്ലേ? അതെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ പോകുന്നു. അപ്പൊ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകും. അപ്പൊ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പൊ മുത്തങ്ങന്ന് വയനാട് ഭാഗത്തേക്ക് വരുന്ന വഴികളാട്ടെ കാണുന്നത്. നല്ല രസമുണ്ടല്ലോ, രണ്ട് സൈഡിലും പച്ച പുതച്ച് കിടക്കുന്ന പോലെ. അപ്പൊ ഞങ്ങൾ ഇനി യാത്ര തുടരുകയാണ്. ഇനി നേരെ നാട്ടിലേക്കാണ്. അപ്പൊ മൂപ്പനോടും യാത്ര പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാണ് വയനാടിന്ന്. വയനാട് ചുരം ഇറങ്ങാൻ പോവാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കണ്ട. ബൈ.